തീർച്ചയായിട്ടും. കാരണം ഈ സുരക്ഷാ സേന ഇപ്പോൾ ഈ പ്രതിയുടെ വീട് നശിപ്പിച്ചിരിക്കുകയാണ്, IED ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതൊരു ക്ലീൻ സന്ദേശമാണ്. അതായത് സുരക്ഷാ സേന ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അവർ തെളിവുകൾ ശേഖരിക്കും. അല്ലെങ്കിൽ ഇനി വേറെ വല്ല സ്വകാര്യമായിട്ട് വല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടോ, അല്ല ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ടോ, അവിടെ വേറെ വല്ല സൂക്ഷിച്ചിട്ടുണ്ടോ, വേറെ വല്ല സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ വല്ല വെപ്പൺസോ വേറെ വല്ല ഡോക്യുമെന്റ്സോ വല്ല ബങ്കർ ഈ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ഒരുപാട് ബങ്കേഴ്സ് ഉണ്ടാകും എല്ലാ വീട്ടിന്റെയും താഴിൽ. അവിടെ അങ്ങനെയാണത്. തണുപ്പ് കാലത്തൊക്കെ ചില ബങ്കറിലാണെങ്കിൽ ഇവരൊക്കെ അവിടെ നിന്ന് ഉറങ്ങുക, എത്ര ഭയങ്കര തണുപ്പായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും പല ഇഷ്യൂസും ഉണ്ട്. അപ്പം അവിടുത്തെ ഈ പ്രതിയുടെ വീട് തകർത്തിരിക്കുകയാണ്. അതില് ഒരു സന്ദേശം കൊടുക്കുന്നത് വളരെ സ്ട്രോങ് സന്ദേശമാണ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ സീറോ ടോളറൻസ് ടുവേഴ്സ് ടെററിസം നമ്മൾ ഒരു തരത്തിൽ അംഗീകരിക്കില്ല. അതിനോട് ഒരു തുറന്ന വാറാണ്, ഒരു തുറന്ന യുദ്ധമാണ് നമ്മുടെ സർക്കാരും നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സും നമ്മുടെ ഈ എൻഫോഴ്സ്മെന്റ് ഏജൻസിയും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും എല്ലാവരും തുറന്ന പോരാണ്. അതിനോടൊരു അബ്സല്യൂട്ട്ലി നോ കോംപ്രമൈസ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെയും കാണുന്നത്. അത് ചില ആൾക്കാർ അതിനെ വിമർശിക്കുന്നുണ്ടാവും. കാരണം നിയമവും സംവിധാനവും ഒക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് പോലീസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ദേശദ്രോഹപരമായ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ കുറെ കൂടി കഠിനമായും കുറെ കൂടി സ്ട്രിഞ്ചന്റ് ആയ മൂവ്മെന്റ്സ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിൽ സെക്യൂരിറ്റി ഏജൻസിന് കുറ്റം പറയാൻ പറ്റില്ല. ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട്, അവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു ക്ലീൻ സന്ദേശമാണ്. പാകിസ്ഥാൻ മാതിരിയുള്ള ചില രാജ്യങ്ങൾക്ക്, നമ്മുടെ ശത്രുക്കളായ ചില രാജ്യങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നാശം വിതറുന്ന ഇതുപോലെ ടെററിസം ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾക്കും, കൂടാതെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഹോം ഗ്രോൺ ആയ ഒരുപാട് സ്ലീപ്പർ സെൽസും ഒരുപാട് ആൾക്കാരും ഇതിന്റെ സപ്പോർട്ടേഴ്സുമായിട്ടും അല്ലെങ്കിൽ ഇതിന്റെ മൊഡ്യൂൾസ് ആയിട്ടൊക്കെ അവിടെ ഇവിടെയും വളരെ ഡോർമെന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അവർക്കും ഒരു സന്ദേശമാണ്. കാരണം ഇങ്ങനെയുള്ള ഏർപ്പാട് പോയി കഴിഞ്ഞാൽ സ്വന്തം വീട് വരെ നഷ്ടപ്പെടും, അപ്പോഴേക്കും സ്വന്തം കുടുംബം കഷ്ടപ്പെടും. ആ നിലയിലൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ സന്ദേശം തീർച്ചയായിട്ടും നമ്മുടെ ആ ടെററിസത്തിനുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡാണത്. അത് ക്ലിയർ ആയിട്ട് ഒരു മെസ്സേജായി കൊടുത്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ടി കെ രാജ്മോഹൻ, അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ കണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ഒരു ഓപ്പറേഷനൊക്കെ നടത്തുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ വേരുകൾ എവിടെയാണ് അല്ലെങ്കിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എന്നിടയ്ക്ക് ഒരു അന്വേഷണമാണെങ്കിലും ഇപ്പോൾ ആ ഒരു സ്ഫോടനം നടന്നിട്ട് ദിവസങ്ങൾ ഇത്രയുമായി, കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും കൃത്യമായിട്ട് അന്വേഷണം നടത്തി അത് എവിടെ നിന്നാണ്, അതിൻ്റെ വേരെവിടെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉത്ഭവം എവിടെ, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അക്രമം ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ വീട് തകർത്ത സംഭവം അടക്കം നമുക്ക് അതിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് കൃത്യമായ ആ അന്വേഷണം. തീർച്ചയായിട്ടും അന്വേഷണം വളരെ വളരെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടാകും. കാരണം ഈ NIA മാതിരി ഒരു കൗണ്ടർ ടെററിസം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത്തരത്തിലുള്ള കേസ് അന്വേഷണം നടത്തുമ്പോൾ അവര് ഒരുപാട് നമ്മളെ അറിയുന്നതിനെക്കാട്ടി ഒരുപാട് ഇൻഫർമേഷൻ ഈ പൊതുജനത്തിൽ ലീക്ക് ഔട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് ഇൻഫർമേഷൻ അവരിൽ ഓൾറെഡി കളക്റ്റഡ് ആണ്. ഒരുപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതറ്റം പോയിട്ടുണ്ട്, എവിടെയൊക്കെയാണ്, ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് ഇതിന്റെ പിറകിൽ, ഒരുപാട് വിവരങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് പൊതുമധ്യത്തിൽ കിട്ടുന്നതും പുറത്തു വരുന്നതൊക്കെ ലീക്ക്ഡ് ആയ ചില ഇൻഫർമേഷൻസും കുറച്ച് ഹാഫ് ബേക്ക്ഡ് ഇൻഫർമേഷൻസ് ഒക്കെയാണ്. അപ്പം അന്വേഷണ ഏജൻസി വളരെ 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 കണിശമായിട്ടും വളരെ ശുഷ്കാന്തിയോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള എല്ലാ എവിഡൻസുകളും പുറത്തെടുക്കും. അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് കേസ് ബിൽഡപ്പ് ചെയ്ത് തെളിവുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഇതിന്റെ യഥാർത്ഥ പ്രതികളിലേക്ക് ഇനി ബാക്കി ആരൊക്കെ ഉണ്ട് അവരൊക്കെ അതിലേക്ക് എത്തിച്ചേർന്നു. കാരണം ഇവരൊക്കെ പണിഷ്മെന്റ് ഒരു കോടതി മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു നാച്ചുറൽ പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ അതിനെ അന്വേഷണ ഏജൻസി വളരെ കർശനമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ പല ഇൻഫർമേഷൻ നമുക്കൊന്നും കിട്ടാത്തതാണ്. അത് അന്വേഷണ ഏജൻസി കയ്യിൽ മാത്രമുള്ളതാണ്. അത് ചാർജ് ഷീറ്റ് ചെയ്യുമ്പോൾ അത് കോടതി മുമ്പാകെ കൊടുക്കും. അവിടെ വെച്ചിട്ട് മതിയായ പണിഷ്മെന്റ് ഈ ടെററിസ്റ്റുകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അന്വേഷണ ഏജൻസിക്ക് പറ്റും. അതാണ് ഈ കണ്ടുവരുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.